മൂന്നാറിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ മാറി സൂര്യനിലേക്കൊക്കെ അടുത്താണ് നമുക്ക് ഇപ്പോൾ ട്രെക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ മീശപ്പുലിമല ഉള്ളത്. KFTCയുടെ പാക്കേജ് ബുക്ക് ചെയ്ത് സൈലൻറ്റ് വാലിയൊക്കെ വഴി നല്ലൊരു ജീപ്പ് സഫാരിയും റോഡോ മാൻഷനിലെ സ്റ്റേയും അടുത്ത ദിവസം അതിരാവിലെ റോഡോ വാലി വഴി ട്രെക്ക് ചെയ്ത് സൺറൈസൊക്കെ കണ്ട് പിന്നെയും കുറച്ച് ദൂരം ഒരുപാട് ഭംഗിയുള്ള ലാൻഡ്സ്കേപ്സിനൊക്കെ ഇടയിലൂടെ മീശപ്പുലിമലയുടെ ടോപ്പിലെത്തി അവിടുത്തെ കാഴ്ചകളും കണ്ട് കയറിപ്പോയതിനേക്കാൾ ഭംഗിയുള്ള വഴി ഇറങ്ങി വന്നതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. എപ്പോഴത്തേയും പോലെ നേര്യമംഗലം പാലം കയറി കഴിഞ്ഞപ്പോൾ തന്നെ മൂന്നാറിനോട് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടിത്തുടങ്ങി. നമുക്ക് ആദ്യം എത്തേണ്ടത് മൂന്നാർ ടൗണിനടുത്ത് സൈലൻറ്റ് വാലി റോഡിലുള്ള KFTCയുടെ ഡിവിഷണൽ ഓഫീസിലേക്കാണ്. ഉച്ചയ്ക്ക് 2 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത്. കൃത്യം 2 മണിക്ക് തന്നെ എത്തണം എന്നൊന്നുമില്ല, എന്നാലും എത്ര നേരത്തെ എത്തുന്നോ അത്രയും നേരത്തെ നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് നമുക്കൊരു ചായയൊക്കെ കുടിച്ച് വിശ്രമിക്കാൻ അപ്പോൾ കുറച്ചുകൂടെ സമയം കിട്ടും. ഒരു ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചിയാപ്പാറ വെള്ളച്ചാട്ടത്തിന് ചുറ്റും നല്ല പോലെ തന്നെ ആൾക്കാരുണ്ട്. കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. തിരക്കിൻ്റെ ഇടയിൽ ഇറങ്ങാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിർത്താതെ ഞങ്ങൾ നീങ്ങി. മൂന്നാറിനോട് അടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി. അതിൻ്റെ കൂടെ പോകുന്ന വഴി നല്ല ഭംഗിയും. ഇതിൻ്റെയൊക്കെ കൂടെ കൂടെ ആയപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഫീല്. ഒരു സിനിമയും അതിന് ട്രെയിലറും ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ഇറക്കുന്ന ടീസർ പോലെ വരാൻ പോകുന്ന വിഷ്വൽസിൻ്റെ ഒരു സാമ്പിളായിട്ടാണ് അതപ്പോൾ ഫീൽ ചെയ്തത്. പള്ളിവാസലൊക്കെ എത്തിയപ്പോഴേക്ക് നല്ല മഴ തുടങ്ങി. കുറച്ചു നേരം വണ്ടി അവിടെ ഒതുക്കിയിട്ട് സൈഡിലുള്ളൊരു ചായക്കടയിൽ നല്ലൊരു ചൂട് കട്ടൻ കുടിക്കാൻ കയറി. മൂന്നാർ ടൗണിലേക്കുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത്. ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എഫക്റ്റ് ആയിരിക്കണം റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ കോടയായി തുടങ്ങി. കോടയുടെ ഒക്കെ ഇടയിലൂടെ ചാറ്റൽ മഴയും കണ്ടുകൊണ്ട് മെല്ലെ ഓടിച്ച് നീങ്ങി ഞങ്ങൾ. മൂന്നാർ ടൗണിൽ എത്തിക്കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡൊക്കെ എത്തുന്നതിന് മുമ്പേ തന്നെ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് വേണം നമുക്ക് പോകാൻ. ആ റോഡ് നേരെ ചെന്ന് കയറുന്നത് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലേക്കാണ്. പക്ഷെ നമുക്ക് പോകേണ്ടത് ഈ ടോപ്പ് സ്റ്റേഷൻ റോഡിന് പാരലായിട്ട് കിടക്കുന്ന വഴിയിലൂടെയാണ്. കുറച്ച് മോശം കണ്ടീഷനിലുള്ള റോഡാണ്, പക്ഷെ അധികം ദൂരം പോകേണ്ടാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് KFTC ഓഫീസിൻ്റെ ബിൽഡിംഗ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. ഇങ്ങോട്ട് വന്നിട്ടുള്ള വണ്ടികളൊക്കെ അവിടെ ഓഫീസിന് മുമ്പിലുള്ള റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ തന്നെ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ടോപ്പിലാണ് ഡിവിഷണൽ ഓഫീസ് ബിൽഡിംഗ്. മേളിലേക്കുള്ള സ്റ്റെപ്സ് നടന്ന് കയറി ചെല്ലുന്നത് തന്നെ ഗാർഡനിലേക്കാണ്. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഗാർഡനൊക്കെ. ആ മുകളിലേക്കുള്ള പോർഷനിലോട്ടൊക്കെ കയറി ചെന്നാൽ കൂടുതൽ വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. ചെടികളും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവർ വരുവാണെങ്കിൽ കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ ആവശ്യക്കാർക്ക് തൈകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാനും പറ്റും ഇവിടുന്ന്. ഗാർഡൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഈ കാണുന്നതാണ് ഡിവിഷണൽ ഓഫീസ്. 3-4 സ്റ്റാഫ്സ് മാത്രമുള്ള ചെറിയൊരു ബിൽഡിംഗ് ആണ്. ഇവരെ ബുക്കിങ്ങിനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഇൻഫർമേഷനൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബുക്കിംഗ് നെയിം മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ഇവിടുന്ന് സ്റ്റേയിലേക്ക് ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ താരിഫ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് ജീപ്പ് കൺഫേം ആക്കി കഴിഞ്ഞാൽ പിന്നെ ജീപ്പ് വരാനുള്ളൊരു 10-15 മിനിറ്റ് നമുക്ക് ഗാർഡനൊക്കെ കണ്ട് വെയിറ്റ് ചെയ്യാം. ഓൺലൈൻ ബുക്കിങ്ങിൻ്റെയും നമ്മുടെ സ്റ്റേയുടെയും ജീപ്പ് റൈഡിൻ്റെ ഒക്കെ താരിഫ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജീപ്പ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും പറയാം. നീലക്കുറിഞ്ഞിയാണ് ഈ കാണുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ നീലഗിരി പിന്നെ പളനി മലനിരകളിലല്ലാതെ നമ്മുടെ മൂന്നാറിലെ ഇരവികുളം കുന്നുകളിലാണ് നീലക്കുറിഞ്ഞി കാണാൻ പറ്റുക. ഒരു മല മൊത്തത്തിൽ നീലക്കുറിഞ്ഞി ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു വട്ടമെങ്കിലും ലൈഫിൽ കാണേണ്ട ഒരു കാഴ്ചയാണ്. ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് സെൻ്റർ ഉണ്ട്. ഇവിടുന്ന് നമ്മുടെ സ്റ്റേയിലേക്ക് ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രാവലാണ്. അതിനിടയിൽ വാഷ്റൂം ഒന്നും വേറെ കിട്ടാൻ നമുക്ക് വഴിയില്ല. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുന്ന് തന്നെ ഫ്രഷായി ജീപ്പ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള ജീപ്പ് എത്തി. സ്വാമിദാസ് എന്നാണ് നമ്മുടെ ജീപ്പ് റൈഡറിൻ്റെ പേര്. പുള്ളി ബാക്ക് സീറ്റൊക്കെ മടക്കി നമ്മുടെ ലഗേജൊക്കെ വെക്കാൻ ജീപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. പിന്നെ ജീപ്പ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വന്ന വണ്ടിയുടെ കീ ഓഫീസിൽ കൊടുക്കണം. ഓഫീസ് അടയ്ക്കുന്നതിന് മുമ്പേ തന്നെ പാക്കേജ് എടുത്ത് വന്നവരുടെ വണ്ടികളൊക്കെ ഇവർ കോമ്പൗണ്ടിനുള്ളിലേക്ക് എടുത്തിട്ടോളും. അകത്ത് വേറെ കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വന്ന വണ്ടി അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അധികം വൈകാതെ തന്നെ നമ്മുടെ സ്റ്റേയിലേക്കുള്ള ജീപ്പ് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് സ്വാമിദാസ് ചേട്ടൻ. മാട്ടുപ്പെട്ടി അടുത്താണ് പുള്ളിയുടെ വീട്. ഇന്നും നാളെയൊക്കെ നമ്മുടെ ജീപ്പ് റൈഡിൽ കൂടെ ഉള്ളത് പുള്ളിയായിരിക്കും. നമ്മൾ ബുക്ക് ചെയ്ത് വന്നിരിക്കുന്നത് KFTCയുടെ മീശപ്പുലിമല സ്റ്റേ പ്രോഗ്രാമാണ്. ഞാൻ ബുക്ക് ചെയ്തത് വെബ്സൈറ്റ് വഴിയാണ്. അങ്ങനെ അല്ലാതെ നേരിട്ട് നമുക്ക് നമ്മുടെ KFTC ഓഫീസിൽ വന്നാലും ബുക്ക് ചെയ്യാം.
വെബ്സൈറ്റ് വഴി തന്നെ നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഓൺലൈൻ ബുക്കിങ്ങിൽ സ്ലോട്ടൊക്കെ ഫില്ലായി പോയി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്കിനും പിന്നെ സ്ലോട്ട് കിട്ടില്ല. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം 1 നൈറ്റ് സ്റ്റേ പ്രോഗ്രാംസ് ആണ്. അങ്ങനത്തെ 3 പ്രോഗ്രാമാണ് നമുക്ക് വെബ്സൈറ്റിൽ കാണാൻ പറ്റുക. ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ ബേസ് ക്യാമ്പാണ്. 2 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻ്റ് ആയിരിക്കും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. 2 പേർക്ക് 4000 രൂപയാണ് ബേസ് ക്യാമ്പ് പാക്കേജിൻ്റെ റേറ്റ്. പിന്നെ രണ്ടാമത്തെ സ്റ്റേ ആണ് ബേസ് ക്യാമ്പിന് മുകളിലുള്ള സ്കൈ കോട്ടേജ്. വെബ്സൈറ്റിൽ ഇത് കാണിക്കുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ വർക്കിംഗ് അല്ലെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. കുറച്ചുകൂടി സെക്ലൂഡഡ് ആയതുകൊണ്ട് ഫുഡൊക്കെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം തൽക്കാലം ഇതിലേക്ക് ബുക്കിംഗ് എടുക്കുന്നില്ല. പിന്നെ ഏറ്റവും ടോപ്പിലുള്ള സ്റ്റേ ആണ് റോഡോ മാൻഷൻ. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്കാണ്. അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയുള്ള ഒരു റൂമായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. 2 പേർക്ക് 6000 രൂപയാണ് റോഡോ മാൻഷൻ ചൂസ് ചെയ്താൽ കൊടുക്കേണ്ടത്. പാക്കേജ് എമൗണ്ടിൽ ഇൻക്ലൂഡഡ് ആവുന്നത് സ്റ്റേ പ്ലസ് നമ്മുടെ ചെക്കിംഗ് ഡേയിലെ ഈവനിങ് ടീ, ഡിന്നർ, പിന്നെ നെക്സ്റ്റ് ഡേയിലെ മോർണിംഗ് ടീ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ്. പിന്നെ മീശപ്പുലിമല നമ്മൾ ട്രക്ക് ചെയ്ത് പോകുമ്പം കൂടെ വരുന്ന ഗൈഡിൻ്റെ റേറ്റും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ KFDC ഓഫീസിൽ നിന്ന് റോഡോ മാൻഷൻ അല്ലെങ്കിൽ ബേസ് ക്യാമ്പ് വരെ പോകുന്ന ജീപ്പ് റൈഡിന് അഡീഷണൽ 2500 രൂപ നമ്മൾ കൊടുക്കണം. അത് ഈ പാക്കേജ് എമൗണ്ടിൽ ഇൻക്ലൂഡഡ് അല്ല. പിന്നെ അറ്റ് എ ടൈം ജീപ്പിൽ 6 പേര് കയറും. അതുകൊണ്ട് ഇവിടെ വരുന്ന വേറെ ടീമൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങൾ വന്നപ്പോൾ കൂടെ ഷെയർ ചെയ്ത് പോകാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊത്തം 2500 രൂപ ഞങ്ങൾ തന്നെ കൊടുക്കേണ്ടി വന്നു. ബേസ് ക്യാമ്പിലേക്ക് പോകാനും സെയിം റേറ്റ് ആണ്. പക്ഷേ ബേസ് ക്യാമ്പ് റോഡോയ്ക്കും താഴെ ആയതുകൊണ്ട് മോർണിംഗ് ട്രക്കിന് വേണ്ടി റോഡോ വരെ നടന്ന് വന്നിട്ട് വേണം ബാക്കി കയറാൻ വേണ്ടി. പക്ഷെ അത്യാവശ്യം നല്ല ദൂരം ഉള്ളതുകൊണ്ട് അഡീഷണൽ എമൗണ്ട് കൊടുത്താൽ ബേസ് ക്യാമ്പ് ടു റോഡോ മോർണിംഗ് ജീപ്പിൽ കൊണ്ടുവിടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. മിക്ക ആൾക്കാരും അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. അധികം വീതിയൊന്നും ഇല്ലാത്ത റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഇതുപോലെ ചില സ്ഥലങ്ങളിൽ റോഡ് മൊത്തത്തിൽ തന്നെ ഇല്ല. ഇങ്ങനെ ഓടി കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീപ്പ് മിസ്സിങ് വന്ന് നിന്നു. സ്വാമിദാസിയേട്ടൻ ജീപ്പിൻ്റെ ഹുഡൊക്കെ തുറന്ന് പ്രശ്നം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അധികം ടൈം എടുക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി പുള്ളി. എന്തോ ലൂസ് കോണ്ടാക്റ്റിൻ്റെ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. ഈ പോകുന്ന വഴി നേരെ ചെല്ലുന്നത് ഗുഡറൈൽ ടീ എസ്റ്റേറ്റിൻ്റെ ഒക്കെ ഇടയിലൂടെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1878 ദേവികുളം എസ്റ്റേറ്റൊക്കെ പണിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഏരിയയിൽ ബിൽഡ് ചെയ്തെടുത്ത അടുത്ത എസ്റ്റേറ്റാണ് നമ്മുടെ ഗുഡറൈൽ എസ്റ്റേറ്റ്. ആദ്യമൊക്കെ സിങ്കോണ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചെങ്കിലും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ടീ പ്ലാന്റേഷനാണ്. പോകുന്ന വഴി ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. റോഡിലാണെങ്കിൽ കോടയിൽ നിറഞ്ഞിട്ട് നല്ല തണുപ്പാണ് ഇപ്പോൾ തന്നെ. ഗുഡറയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ സോമദാസി ഏട്ടൻ എന്തോ മേടിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു ചായക്കടയുടെ അടുത്ത് നിർത്തി. ഉടനെ വരാമെന്ന് പറഞ്ഞ് പോയതുകൊണ്ട് ഞങ്ങൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയില്ല. ഇവിടുന്ന് നോക്കിയാൽ ഈ പച്ചപ്പിൻ്റെയും ഹരിതാപത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഇവിടുത്തെ ചെറിയൊരു LP സ്കൂൾ കാണാം. എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം. പോകുന്ന വഴി സൈഡിൽ നിങ്ങൾ ലയങ്ങളൊക്കെ കാണാം. തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണിത്. അങ്ങനെ ഗുഡറയിലെ ലയങ്ങളും വീടുകളും ഒക്കെ വിട്ട് ഞങ്ങൾ മേലോട്ട് കയറിക്കൊണ്ടിരുന്നു. കുറേ അങ്ങനെ ഓടി ഗുഡറൈൽ എസ്റ്റേറ്റിൻ്റെ സൈലൻറ്റ് വാലി ഓഫീസൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ചായക്കടയുടെ അടുത്ത് ഞങ്ങൾ ജീപ്പ് നിർത്തി. ഈ കാണുന്നതാണ് സൈലൻറ്റ് വാലി ഷൂട്ടിംഗ് പോയിന്റ്. കുറേ അധികം സിനിമകളുടെയൊക്കെ ലൊക്കേഷനാണ് ഈ സ്ഥലം. ഇതാണ് നമ്മൾ വന്ന വഴി. ചായക്കടയിൽ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം സൈലൻറ്റ് വാലിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. പിന്നെ അങ്ങോട്ട് കുറേ അധികം ദൂരം ഇതുപോലെ ടീ പ്ലാന്റേഷൻസ് തന്നെയാണ്. ഇതെല്ലാം കമ്പനി പ്ലാന്റേഷൻ ആണെന്നാണ് സോമദാസി ഏട്ടൻ പറയുന്നത്. ഏത് കമ്പനിയാണെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ടാറ്റയുടെ ആണ് ഈ പ്ലാന്റേഷൻ മൊത്തവും. പോകുന്ന വഴിയിൽ KFDCയുടെ ഒരു ബോർഡൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞ് മെല്ലെ റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറി പാറക്കല്ല് പൊട്ടിച്ച് റോഡാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് പിന്നെ കയറിയത്. ഇപ്പോഴാണെങ്കിൽ സൈഡിലെ ടീ പ്ലാന്റേഷനൊക്കെ മാറി ഗ്രാൻഡിസ് അല്ലെങ്കിൽ യൂക്കാലി മരങ്ങളായി ചുറ്റും. കുറച്ചുകൂടെ ഒക്കെ ഇരുണ്ട അന്തരീക്ഷം. ഈ വഴി വേറെ പ്രൈവറ്റ് വണ്ടികളൊന്നും കാണുന്നില്ല. പാക്കേജ് എടുത്ത് മീശപ്പുലിമല പോകുന്ന വണ്ടികൾ മാത്രമേ കാണുള്ളൂ. ചില സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡാണ്. പിന്നെ ഓഫീസിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്താൽ നമുക്ക് വേണമെങ്കിൽ സ്വന്തം വണ്ടിയിൽ ഇങ്ങോട്ട് വരാം, ജീപ്പ് റൈഡ് ഒഴിവാക്കിക്കൊണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ എപ്പോഴും ജീപ്പ് റൈഡ് തന്നെയായിരിക്കും ബെറ്റർ. കുറച്ചധികം ദൂരം ഇങ്ങനെ മേലോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ബേസ് ക്യാമ്പിൻ്റെ ബോർഡ് കണ്ടു. ജീപ്പ് നേരെ അങ്ങോട്ട് കയറി. താഴത്തെ ഓഫീസിൽ നിന്ന് നമുക്ക് തന്നുവിട്ട റെസിപ്റ്റൊക്കെ ഇവിടെ കൊടുത്താൽ മാത്രമേ ഇവിടുന്ന് റോഡോ മാൻഷനിലേക്ക് പോകാൻ പറ്റൂ. ഈ കാണുന്നതാണ് ബേസ് ക്യാമ്പ്. ഇപ്പോൾ തന്നെ കോടയൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പാണ് ഇവിടെ. രാത്രി ആയാലുള്ള അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. ടെൻറ്റ് സ്റ്റേയിൽ നിൽക്കാനുള്ള കൗതുകം ഉണ്ടെങ്കിൽ ബേസ് ക്യാമ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ തണുപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് വേണം വരാൻ. പിന്നെ ടെൻറ്റ് ആയതുകൊണ്ട് തന്നെ വാഷ്റൂംസ് ഒക്കെ സെപ്പറേറ്റ് ഒരു കോമൺ ഏരിയയിലായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ പോലെ മഴയുള്ള ടൈമിലാണെങ്കിൽ ടെൻറ്റിനുള്ളിൽ അട്ടയുടെ ശല്യം കാണാൻ സാധ്യതയുണ്ട്. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാമ്പിൽ നിന്നിട്ട് അട്ടശല്യം കാരണം ഒരു ഗ്യാങ് രാത്രി റോഡോ മാൻഷനിൽ വന്നായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ച് വേണം ബേസ് ക്യാമ്പിൽ ടെൻറ്റ് സ്റ്റേ ബുക്ക് ചെയ്യാനായിട്ട്. ബേസ് ക്യാമ്പിൽ നിന്ന് ഇനിയും കുറച്ചധികം മേലോട്ട് പോകണം റോഡോ മാൻഷൻ എത്താൻ വേണ്ടി. നേരത്തെ പറഞ്ഞ പോലെ മോർണിംഗ് ട്രക്കിന് പോകാൻ വേണ്ടിയിട്ട് ബേസ് ക്യാമ്പിലുള്ളവരെ റോഡ് എത്തിക്കുന്നത് ഈ റൂട്ട് വഴിയാണ്. പിന്നെ ബേസ് ക്യാമ്പിൽ നിന്ന് വേണം നേരെ ട്രക്ക് ചെയ്ത് പോകാനുള്ള വഴിയും ഉണ്ട്. പക്ഷേ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് പോയി തിരിച്ചു വരുമ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആവുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഫോറിനേഴ്സ് ബേസ് ക്യാമ്പിൽ നിന്ന് ട്രക്ക് ചെയ്ത് പോകാറുണ്ടെങ്കിലും പൊതുവെ എല്ലാവരും ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് റോഡോയും തന്നെ ആയിരിക്കും.
നല്ല കുത്തനെയുള്ള കയറ്റമാണ് റോഡോയിലേക്ക്. മേലോട്ട് കയറും തോറും തണുപ്പൊക്കെ ഇങ്ങനെ കൂടി വരുന്നത് നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പ്ലാന്റേഷൻ്റെ ഇടയിലൂടെ റോഡൊന്നും ഇല്ലാത്ത വഴിയിലൂടെ തണുപ്പൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ ദൂരം ചെന്ന് ഒരു ക്ലിയറിംഗ് എത്തിയപ്പോൾ റോഡോ എത്തിയെന്ന് മനസ്സിലായി. ഈ കാണുന്നതാണ് റോഡോ മാൻഷൻ. ഓൾറെഡി ഒരു ഗ്രൂപ്പ് ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇവിടെ. അവരൊന്ന് ജീപ്പാണ് ദേ കിടക്കുന്നത്. ഇത്രയും ടോപ്പിലായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടെ. നല്ല തണുപ്പും അതിൻ്റെ കൂടെ വളരെ പീസ്ഫുള്ളായ ലൊക്കേഷൻ. ചുറ്റും പ്രകൃതിയുടെ ശബ്ദങ്ങളും മാത്രമുള്ളൊരു സ്ഥലം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ കിച്ചണും ചേർന്നുള്ള ഡൈനിങ് ഹോളും ഉള്ള സ്ഥലം. വൈകുന്നേരത്തെ ചായ ഇപ്പോൾ ഇവിടുന്ന് കിട്ടും. ആ തണുപ്പത്തൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് സൈഡിലുള്ള ക്യാമ്പ് ഫയറിനടുത്ത് പോയി ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇരുന്നു. ഇതാണ് ഇവിടുത്തെ കെയർ ടേക്കർ. പുള്ളിയുടെ വൈഫാണ് കിച്ചൺ നോക്കുന്നത്. കുറേ കൊല്ലങ്ങളായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നടത്തുന്ന ഇവരാണ്. ഡിന്നറൊക്കെ കഴിച്ച് അധികം ലേറ്റ് ആവാതെ തന്നെ ഞങ്ങൾ കിടന്നായിരുന്നു. ഇവിടുന്ന് പറഞ്ഞ പോലെ തന്നെ രാവിലെ 5:30 ആയപ്പോൾ തന്നെ ചായയും ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാൻ ഡൈനിങ് ഹാളെത്തി. ട്രക്കിന് പോകുന്നതിന് മുന്നേ ചായയും കൂടെ ബ്രെഡും ജാമുമാണ് കിട്ടുന്നത്. അതൊക്കെ കഴിഞ്ഞെത്തിയപ്പോൾ ബേസ് ക്യാമ്പിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എത്തി തുടങ്ങി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇവിടെ ഇലക്ട്രിസിറ്റി ഫുൾ സോളാർ പാനൽസ് വഴിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലെ കിടുന്ന ഡേ ലൈറ്റ് അനുസരിച്ചിരിക്കും രാത്രി റൂമിലൊക്കെ ലൈറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളത്. ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ഒരു പവർ ബാങ്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം രാത്രി കറണ്ടൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈ കാണുന്ന വഴിയാണ് സൺറൈസ് പോയിന്റ് എത്താൻ വേണ്ടി നമുക്ക് മേലോട്ട് കയറേണ്ടത്. പണ്ടൊക്കെ ഈ വഴി ജീപ്പ് പോകുമായിരുന്നു അത്രേ. ആൻമരിയ കലിപ്പിലാണ് മൂവിയുടെ ദുൽഖറുള്ള സീൻസൊക്കെ മേളിലെ സൺറൈസ് പോയിന്റിലാണ് ഷൂട്ട് ചെയ്തത്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്ത് വെച്ചിട്ട്. അന്നൊക്കെ ജീപ്പിലായിരുന്നു ഷൂട്ടിംഗ് ക്രൂവിനെ മേലോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ വഴിയൊക്കെ പോയി നടന്നു കയറാൻ പാകത്തിന് മാത്രമുള്ള വഴിയായി. ജീപ്പൊക്കെ റോഡോ മാൻഷൻ്റെ പാർക്കിംഗ് വരെ വരും. വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല കുത്തനെ കയറ്റമാണ് മേലോട്ട്. എന്നാൽ കയറി പോകുന്ന വഴി തന്നെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള വ്യൂ കിട്ടി തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ സൺറൈസ് പോയിന്റ് എത്തുന്നതിന് മുന്നേ തന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. താഴെ നമ്മുടെ അടുത്ത് പറഞ്ഞ ടൈമിംഗ് ഒക്കെ വെച്ചാണ് റെഡിയായിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവരുടെ കണക്കുകളിൽ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ട്രെക്കിങ്ങിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അതൊന്നും ഒരു വിഷയമായിട്ട് തോന്നിയില്ല. ദൂരെ ഉദിച്ചിരിക്കുന്ന സൂര്യൻ്റെ വെട്ടം ഇങ്ങനെ ചില മലകളിൽ മാത്രം വീണ് ഒരു ഗോൾഡൻ പോർഷനായിട്ട് നിൽക്കുന്നത് കാണാം ഇവിടെ നോക്കിയാൽ. നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട്. ഇപ്പോൾ ശീലമില്ലാത്തതുകൊണ്ട് തണുപ്പത്ത് ഈ കയറ്റമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഏകദേശം ഒരു 1 കിലോമീറ്റർ കയറി കഴിയുമ്പോൾ നമ്മൾ സൺറൈസ് പോയിന്റ് എത്തും. കുത്തനെ കയറി കഴിഞ്ഞ് അത്യാവശ്യം നിരപ്പായ ഒരു സ്ഥലം എത്തുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസമാണ്. കൃത്യം സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ പറ്റിയില്ലെങ്കിലും ഉദിച്ചു വന്ന ഉടനെയുള്ള ആ സൂര്യൻ്റെ ഗോൾഡൻ ലൈറ്റിൽ ഒരുപാട് ഭംഗിയാണ് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ. ഈ കുന്നുകൾ കണ്ടോ? ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒക്കെ ലാൻഡ്സ്കേപ്പ് കാണുന്ന പോലെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ. പ്രത്യേകതരം ഭംഗിയുള്ള ഗ്രീനറി. പഞ്ഞിക്കെട്ട് പോലെ നിൽക്കുന്ന നല്ല അടിപൊളി ഒരു ക്ലൗഡ് ബെഡും സൈഡിലായിട്ട് കാണാൻ കിട്ടി. നടന്നു കയറിയതിൻ്റെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എല്ലാവർക്കും സൺറൈസ് പോയിന്റിൽ റെസ്റ്റ് ചെയ്യാനുള്ള സമയം തരും. നല്ല തണുത്ത കാറ്റും കൊണ്ടിട്ട് കയറി വന്ന എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ ബേസ് ക്യാമ്പിൽ നിന്ന് വന്നൊരു ഗൈഡും പിന്നെ നമ്മുടെ റോഡോ കെയർ ടേക്കറുമാണ് നമുക്ക് ഗൈഡ്സ് ആയിട്ടുള്ളത്. സൺറൈസ് പോയിന്റിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മീശപ്പുലിമല ടോപ്പിലേക്കുള്ള ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. മീശപ്പുലിമല എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കയറിയ പോലെ കുറേയധികം കുഞ്ഞു മലകൾ കയറി ഇറങ്ങി വേണം നമുക്ക് പോകാൻ. മൊത്തം ഇനി ടോപ്പിലേക്ക് എത്താൻ ഒരു 4-4.5 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ ഉള്ള ഒരു വലിയ ഫാമിലിയൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. സൺറൈസ് പോയിന്റ് വരെ കയറുമ്പോൾ തന്നെ ഇനി മേലോട്ട് കയറാൻ പറ്റൂല എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ തിരിച്ച് റോഡോയിലേക്ക് പോകാൻ പറ്റും. ഞങ്ങളുടെ കൂടെ വന്നൊരു പ്രായമുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് അതുപോലെ തിരിച്ചു പോയായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ഒരേ പേസിൽ പോകണം എന്നൊന്നുമില്ല. നല്ല സ്പീഡിൽ കയറാൻ പറ്റുന്നവരൊക്കെ ആദ്യം തന്നെ പോകുന്നുണ്ട്. ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ പോകുന്ന കാരണം ഓൾമോസ്റ്റ് പുറകിലാണിപ്പോൾ. ഈ കാണുന്ന ഇറക്കം ഇറങ്ങി അടുത്ത കുന്നും കയറി പോകുന്നവരെ കണ്ടോ? ദൂരം നോക്കുമ്പോൾ ആണ് കയറി പോകുന്ന കുന്നൊക്കെ ഇത്രയും സ്റ്റീപ്പാണെന്ന് ശരിക്കും മനസ്സിലാവുന്നത്. ഈ കുന്നിറങ്ങി താഴോട്ട് എത്താറാകുമ്പോൾ തന്നെ താഴെ ഒരു ചെറിയ അരുവിയൊക്കെ പോകുന്ന കാണാം. അത് ക്രോസ് ചെയ്ത് വേണം നമുക്ക് മേലോട്ട് കയറാൻ വേണ്ടിയിട്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. സ്റ്റേയിൽ നിന്ന് കാലി കുപ്പിയൊക്കെ എടുത്ത് വന്നാൽ ഇവിടുന്ന് വെള്ളം നിറച്ച് നമുക്ക് കുടിക്കാൻ പറ്റും അത്രേ. ഇതുപോലെ ഇനിയും ഉണ്ട് വെള്ളം കളക്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ. അങ്ങനെ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ മേലോട്ട് കയറി തുടങ്ങി. ഇപ്പോൾ കാണുന്ന പോലെ നമ്മുടെ ഗൈഡ്സ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ കാണുന്ന ആൾക്കാരുടെ കൂടെ കയറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. നല്ലൊരു കയറ്റം കയറി കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് നേരം നിന്ന് ശ്വാസമൊക്കെ നോർമൽ ആക്കാതെ നമുക്ക് ഒരുപാട് നടക്കാൻ പറ്റില്ല എന്തായാലും. പക്ഷെ ഓരോ കുന്ന് കയറി കഴിയുമ്പോൾ നല്ല വ്യൂ കിട്ടിക്കൊണ്ടിരിക്കുക നമുക്ക്. താഴെ അങ്ങ് ദൂരെ സൈലന്റ് വാലിയിലെ ലയങ്ങളൊക്കെ കാണാം ഇവിടുന്ന്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ ദൂരെ ഒരു ലവ് ഷേപ്പിൽ വെള്ളം കിടക്കുന്ന കാണാം. കുറച്ചുകൂടെ മേളിലേക്ക് കയറി കഴിയുമ്പോൾ നല്ലോണം കാണാൻ പറ്റും. ഒരു നീലഗിരി താറിയിരുന്ന് പുല്ല് നിന്ന് നോക്കിയേ. ആൾക്കാരൊക്കെ അടുത്തുണ്ടായാലും വലിയ ബഹളമൊന്നും ഇല്ലാതെ സ്വന്തം കാര്യം നോക്കിയിരുന്നോളും പുള്ളി. നല്ല വെള്ള കളറുള്ള ഇലയൊക്കെ ആയിട്ട് ഉള്ള ഈ ചെടി കണ്ടോ? സ്നോ ഇൻ സമ്മർ എന്നൊക്കെ വിളിക്കുന്ന ഒരുതരം പ്ലാന്റാണിത്. ശരിക്കും മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ തോന്നും ദൂരെ നിന്ന് കാണുമ്പോൾ. ഇപ്പോൾ കയറി വന്ന കുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അടുത്ത വേറൊരു കുന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് പോകുന്ന വഴി മൊത്തവും.
വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് നമ്മൾ പിന്നെയും ബാക്കിലായിട്ടുണ്ട്. അങ്ങനെ ആ കുന്ന് ഞങ്ങൾ കയറി. അങ്ങ് ദൂരെ മലകളുടെ സൈഡിലൂടെ വളഞ്ഞു കിടക്കുന്ന വഴികളും അതിനൊക്കെ നടുക്കായിട്ട് കളിപ്പാട്ടം പോലെ കുറേ കെട്ടിടങ്ങളും ഒക്കെ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടുന്ന്. ഇത്രയും ദൂരം വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മീശപ്പുലിമല ട്രക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഏറ്റവും ടോപ്പിലെ വ്യൂ മാത്രം എയിം ചെയ്ത് പോകാതെ ഈ പോകുന്ന വഴിയുള്ള വ്യൂ ഒക്കെ മെല്ലെ കണ്ട് മേളോട്ട് കയറണം. കാരണം ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ അതുപോലെ ഭംഗിയുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട ക്ലൗഡ് ബെഡ് കുറച്ചുകൂടെ വൈഡായിട്ട് ഇവിടുന്ന് കാണാം. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ നടക്കുന്നതിനൊക്കെ താഴെയാണ് കുറേ അധികം മേഘങ്ങൾ നിൽക്കുന്നത്. ഇങ്ങനെ കുറേ കുന്നുകൾ കയറി ഇറങ്ങി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ദൂരെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഒക്കെ കാണാം. അങ്ങോട്ടൊക്കെ വേണം നമുക്ക് നടന്ന് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ അത്രയും ദൂരം നടന്ന് തിരിച്ചു വരുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് വെച്ചു. നേരത്തെ കണ്ട ലവിലേക്ക് നമുക്കിപ്പോൾ കുറച്ചുകൂടെ അടുത്ത് കാണാം. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന അത്ര അടുത്തല്ല കേട്ടോ ശരിക്കും. ഇത് ഞാൻ സൂം ചെയ്തെടുത്ത ഷോട്ടാണ്. ഈ കാണുന്ന വഴി നടന്ന് റൈറ്റ് സൈഡിലുള്ള കുന്ന് കയറിയിട്ട് വേണം നമുക്ക് പോകാനിനി. ഈ റൈറ്റിലെ കുന്നുകൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടോപ്പിലെത്താനായിട്ട് 2 വലിയ കയറ്റം കൂടെ ഉള്ളൂവെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും സ്റ്റീപ്പ് കയറ്റമാണ് അത്ര 2 എണ്ണം. അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടി നടന്നു കയറി നോക്കിയേ. ഈ പ്രായത്തിൽ തന്നെ മീശപ്പുലിമല കയറിയിട്ടുണ്ടെന്നൊക്കെ അവന് വളർന്നു കഴിയുമ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ വീരവാദം പറയാം. ആ ഒരു കയറ്റം കയറിയപ്പോൾ മേളിലെത്തി. ഇനി കുറച്ച് ദൂരം കമ്പാരറ്റീവ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അവസാനത്തെ 2 വലിയ കയറ്റങ്ങൾക്ക് മുന്നേ ഉള്ള ഏരിയ ആണിത്. തീ കത്തി നിൽക്കുന്ന പോലത്തെ ഷേപ്പിൽ പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് നിൽക്കുന്ന ഈ ചെടികൾ നോക്കിയേ. ഇവിടെ കൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ പഴയ വൈൽഡ് വെസ്റ്റിൻ്റെ കഥകളിലെ ക്യാരക്ടേഴ്സാണ് നമ്മളെന്ന് തോന്നിപ്പോകും. ആ ഒരു ആംബിയൻസ് ആണ്. ടോപ്പിലെത്തുന്നതിന് മുന്നേ ഉള്ള ആദ്യത്തെ വലിയ കയറ്റം ഇതാണ്. ഈ കാണുന്ന ഇറങ്ങി മേളോട്ട് കയറി പോകണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പിലേക്കുള്ള ക്ലൈമ്പൊക്കെ നല്ല സ്റ്റീപ്പാണ്. ദൂരെന്ന് തന്നെ മുന്നേ പോയൊരു കഷ്ടപ്പെടുന്ന കാണാം നമുക്ക്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ കിട്ടുന്ന വ്യൂ, ഈ ക്ലൗഡ് ബെഡൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള ക്ലൗഡ് ബെഡൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ട്രക്കുകളുടെ പീക്ക് ഡോപ്പമിൻ ഹിറ്റ് കിട്ടുന്ന ഇതുപോലെ കഷ്ടപ്പെട്ട് ടോപ്പിലെത്തി കഴിഞ്ഞിട്ട് അടിപൊളി ഒരു വ്യൂ കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീലാണ്. വന്ന വഴി എത്ര ഭംഗിയുള്ളതാണെങ്കിലും അതൊക്കെ തരുന്നതിനേക്കാളും എന്തോ വലിയൊരു സന്തോഷം തരാൻ പറ്റും ഈ ഒരു ഫീലിന്. 4 സൈഡിൽ നോക്കിയാൽ കുറേ അധികം കാഴ്ചകളാണ് നമുക്ക്. ഇങ്ങനെ കണ്ട് കുറേ നേരം അവിടെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. ഈ ഒരു മലയുടെ സൈഡ് നോക്കിയേ, കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖമൊക്കെ കാണുന്ന പോലെ തോന്നി. താടിയൊക്കെ ആയിട്ടൊരു മനുഷ്യൻ. ഇത് നോക്കിയേ, ക്ലൗഡ് ബെഡിൽ നിന്ന് ഒരു ക്ലൗഡിൻ്റെ കുറച്ച് പോർഷൻ മാത്രം ഏലിയൻ മൂവീസിലൊക്കെ കാണുന്ന പോലെ മേളോട്ട് കയറി പോകുന്നുണ്ടോ. പിന്നെ അത് അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ കുന്നുകൾ ചുറ്റും വന്നിട്ട് അതിൻ്റെ എല്ലാം ചരിവ് ചേർന്ന് നടുക്കൊരു താഴ്ച വന്നിട്ടുണ്ടല്ലോ. മൊത്തത്തിൽ കാണുമ്പോൾ ആകാശത്തൊരു സ്റ്റേഡിയം പണിത് വെച്ച പോലെ ഉണ്ട്. മേഘങ്ങളുടെ ഇടയിലൊരു സ്റ്റേഡിയം. ഇവിടെ നോക്കുമ്പോൾ ദൂരെ കാണുന്നതാണ് കൊളുക്കുമല. ലോക്കൽ ജീപ്പ് സഫാരി ആൾക്കാരുടെയൊക്കെ അടുത്ത് പോയാൽ നമുക്ക് കൊളുക്കുമല ട്രെക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും. ശരിക്കും കൊളുക്കുമല ടോപ്പിൽ നിന്ന് നമുക്ക് മീശപ്പുലിമല കയറി വരാൻ പറ്റും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു തവണ അങ്ങനെ മീശപ്പുലിമല വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ റൂട്ട് പബ്ലിക്കിന് ഓപ്പൺ അല്ല. അതുകൊണ്ട് കൊളുക്കുമല വഴി മീശപ്പുലിമല കയറുന്നത് ഇപ്പോൾ ഇല്ലീഗൽ ട്രെക്കിംഗ് റൂട്ടാണ്. പിന്നെ ഇവിടെ കുനുകുനാ കാണുന്നതൊക്കെ ബോഡി വില്ലേജാണ്. അവിടുത്തെ വീടുകളൊക്കെയാണ് ഈ കാണുന്നത്. ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കുറേ വിൻമില്ലൊക്കെ കാണാൻ പറ്റും. കമ്പമാണ് ആ കാണുന്നത്. ഫോഗൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൊടൈക്കനാൽ ഹിൽസൊക്കെ വരെ ഇവിടുന്ന് കാണാൻ പറ്റും. 2640 മീറ്റർ അബോവ് സീ ലെവലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മൂന്നാർ ടൗണൊക്കെ നമുക്ക് ശരിക്കും ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നതാണത്രേ. ഇപ്പോൾ കോട ഇറങ്ങി നിൽക്കുന്നത് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. റോഡോ വാലി എന്ന ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം ഈ നിൽക്കുന്നവനാണ്. റോഡോഡെൻഡ്രോൺ എന്നാണ് ഇവൻ്റെ പേര്. നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലവറാണ് റോഡോഡെൻഡ്രോണിൻ്റെ ഫ്ലവർ. റോഡോ വാലിയിൽ നമുക്ക് ഒരുപാട് റോഡോ ചെടികൾ ഇതുപോലെ കാണാം. അതുപോലെ റോഡോ വാലിയിലുള്ള സ്റ്റേ ആയതുകൊണ്ടാണ് നമ്മൾ നിന്ന സ്ഥലത്തിന് റോഡോ മാൻഷൻ എന്ന പേരും വന്നത്. ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും വാലി ഫുള്ള് റോഡോ പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് അത്ര അപ്പോൾ കാണാൻ. പിന്നെ മീശപ്പുലിമലയുടെ മേളിൽ നമുക്ക് ഇതുപോലൊരു കല്ല് കാണാം. ഇത് ആക്ച്വലി കേരള തമിഴ്നാട് ബോർഡർ ഡിനോട്ട് ചെയ്യാനുള്ള കല്ലാണ്. കല്ലിൻ്റെ വലതുവശത്ത് കേരളവും ഇടതുവശത്ത് തമിഴ്നാടുമാണ്. സ്റ്റേറ്റ് അതിർത്തിയാണെന്ന് ആലോചിക്കണേ. അങ്ങനെ കുറേ നേരം ടോപ്പിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. തിരിച്ച് നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് വന്ന വഴി കൂടെ അല്ല, ഫുള്ള് ഒരു റൗണ്ട് ചുറ്റിയായിരിക്കും നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേ എത്തുന്നത്. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ ഉള്ള പോലെ തന്നെ പോകുമ്പോഴും നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട്. നമ്മളിപ്പോൾ ഈ നടക്കുന്ന വഴിയൊക്കെ ഒന്ന് നോക്കിയേ, സൈഡിലൊക്കെ മൊത്തം വലിയ മലകൾ നിറഞ്ഞിട്ട് നമ്മളൊക്കെ ഒരുപാട് ചെറുതായിട്ട് തോന്നും. പ്രത്യേക തരം ഒരു ഭംഗിയാണ്. ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്നത് തന്നെ നല്ല ഭാഗ്യമായിട്ട് തോന്നും. റോഡോ ചെടി വളർന്ന് വലിയൊരു മരമായിട്ട് നിൽപ്പുണ്ട് ഇവിടെ. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി പോലെയല്ല, പോകുന്ന വഴി കുറച്ചുകൂടെ ഓപ്പണായ റൂട്ടാണ്. കയറ്റമൊന്നും ഒരുപാടില്ല. ഈ സൈഡിൽ ഇപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് മുന്നിലായിട്ട് കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മെല്ലെ കോട വന്ന് ഞങ്ങളുടെ ചുറ്റും മൂടി തുടങ്ങി. 4 സൈഡിലും കോട, നടുക്ക് ഞങ്ങളും.
കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുറെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കണ്ടു തുടങ്ങി. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ തോന്നും. ചുറ്റും കോട ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് തോന്നും. അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് പൂവാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഇതേ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇവന്റെ പേരാണ് ഡിവോയിസ്. എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഫ്രോഗ് സ്പീഷീസ് ആണെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. നടന്നു പോകുന്ന വഴി ഇതുപോലെ ചില സ്ഥലങ്ങളിൽ കമ്പിൽ ഇതുപോലെ വെള്ള തുണി കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. പോകേണ്ട വഴി മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഗൈഡ്സ് തന്നെ ചെയ്യുന്നതാണ് ഇങ്ങനെ. അവർക്ക് വഴി അറിയാമെങ്കിലും നമ്മൾ മാത്രമായിട്ട് പെട്ടുപോയാൽ ഇത് നോക്കി നമുക്ക് പോകുന്ന റൂട്ട് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. നമ്മുടെ ടൈഗർ ബാമിലൊക്കെ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ കാണുന്ന ചെടിയുടെ ലീവ്സ് ആണത്രേ. ബെലാസം എന്നാണ് ഗൈഡ് ഇതിന്റെ പേര് എന്നോട് പറഞ്ഞത്. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടൊന്നും അങ്ങനത്തെ പേരിലൊരു ഷ്രബ് കാണാൻ പറ്റിയില്ല. കൃത്യം പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. എന്നാൽ ഇലകളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ടൈഗർ ബാമിൻ്റെ ഒക്കെ പോലത്തെ സ്മെല്ല് തന്നെയാണ് കിട്ടുന്നത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ യൂക്കാലി മരങ്ങളും മുറിച്ചിട്ടിരിക്കുന്നത് കാണാം നമുക്ക്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ മുറിച്ചിട്ടിരിക്കുന്നതാണിത്. കെമിക്കൽ യൂസ് ചെയ്തിട്ട് വേരോടെ എന്നിട്ട് നശിപ്പിച്ച് കളയും. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യൂക്കാലിയൊക്കെ ബ്രിട്ടീഷ് കാലത്ത് വെച്ച് പിടിപ്പിച്ചാണ്, അല്ലാതെ ഇവിടെ നാച്ചുറൽ ആയിട്ട് ഉണ്ടായതൊന്നുമല്ല. അതുകൊണ്ട് നാച്ചുറൽ ഗ്രോത്ത് വഴി വരുന്നത് മാത്രം മതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്നാണ് ഇപ്പോഴത്തെ നയം. പ്ലാന്റേഷനിൽ നമ്മൾ ഇന്റൻഷനലി വെച്ച് പിടിപ്പിക്കുന്നതല്ലാതെ മീശപ്പുലിമിൻ്റെ ഏരിയയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന യൂക്കാലിയൊക്കെ വെട്ടി മാറ്റുവാണിപ്പോൾ. കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് KFDCയുടെ പ്രൊജക്ട് ബോർഡൊക്കെ കാണാം. നീൽഗിരി താറിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ് റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലത്തെ തീരുമാനങ്ങളൊക്കെ. ഇങ്ങനെ ഗൈഡ്സൊക്കെ പറയുന്ന കാര്യങ്ങളും കേട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഈ കിടക്കുന്ന റോഡില്ലേ, ഈ വഴി പോയാൽ നമുക്ക് പെട്ടിമുടിയിലേക്ക് എത്താത്രേ. പൊതുവെ ആരും അങ്ങനെ ഈ വഴി പോവാറില്ല. ഈ പെട്ടിമുടി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടൊരു സ്ഥലമാണ്. ഈ കാണുന്നതാണ് പഴയ ക്യാമ്പ് സൈറ്റ്. അതായത് റോഡോ മാൻഷനൊക്കെ വരുന്നതിന് മുമ്പേ KFDC പാക്കേജിൽ റോഡോ വാലി ക്യാമ്പ് സൈറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഏരിയയിലായിരുന്നു ക്യാമ്പൊക്കെ. മൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ചുറ്റും കമ്പിയൊക്കെ കെട്ടിയിട്ടുള്ളത്. അന്നൊക്കെ ഫോറിനേഴ്സ് മാത്രമാണ് അത്ര ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ആൾക്കാർ അങ്ങനെ ആരും തന്നെ വരാറില്ലായിരുന്നു. ക്യാമ്പ് സൈറ്റിന്റെ സൈഡിൽ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്യാബിനൊക്കെ കാണാം. മൊത്തം മഴയും കാറ്റും ഒക്കെ കൊണ്ട് തകർന്ന അവസ്ഥയിലാണിപ്പോൾ. ഈ ഹൈറ്റിൽ വന്നിട്ട് ക്യാമ്പ് കെട്ടി കിടക്കുമ്പോൾ ഉള്ള തണുപ്പിന്റെ കാര്യമൊന്നും ആലോചിക്കാനേ വയ്യ. 4 പാടും ചുമലുള്ള റൂമിൽ തന്നെ കിടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് തണുത്തിട്ട്. അപ്പോൾ ടെന്റിൽ കിടക്കുന്ന അവസ്ഥ ആലോചിച്ച് നടന്ന് നമ്മൾ റോഡോ മാൻഷൻ എത്താറാവുമ്പോഴേക്കും കാടിനുള്ളിലൂടെയുള്ള റോഡിൽ പോകുന്ന പോലെയാണ്. സമയം 12 ആവാറായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 5:30 തുടങ്ങി നടത്താണെന്ന് ആലോചിക്കണേ. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ടയേർഡാകും നടന്ന് തിരിച്ചെത്തുമ്പോഴേക്കും. പക്ഷെ അത് ഓർത്തിട്ട് ആരും ഈ ട്രെക്കിങ് മിസ്സാക്കല് കേട്ടോ. എങ്ങനെ നോക്കിയാലും വർത്തിട്ടാണ് മൊത്തത്തിൽ. തിരിച്ച് റോഡ് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ നമ്മുടെ കിച്ചണിന്റെ ചിമ്മിണിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഒരു 11:30 ആകുമ്പോഴേക്കും തിരിച്ചെത്തിയിട്ട് നമുക്ക് ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നതാണ് ഇവിടുന്ന്. അത് കഴിഞ്ഞ് ഒരു 12:30 ആകുമ്പോഴത്തേക്കും ലഞ്ചും കഴിക്കാം. പക്ഷെ നടന്ന് വന്ന് കഴിയുമ്പോഴേക്കും പൊതുവെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുമിച്ച് കഴിച്ചിട്ട് പോകാറാണ് പതിവ്. ഞങ്ങളും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചാക്കി. കറക്റ്റ് ഒരു മണി ആയപ്പോൾ തന്നെ സ്വാമിദാസ് ചേട്ടൻ ജീപ്പായിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ തിരിച്ചു വന്നു. ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ റെഡിയായി നിൽക്കണമെന്ന്. അങ്ങനെ സമുദ്രനിരപ്പിൽ നിന്ന് 8000 അടി മുകളിലുള്ള റോഡോ മാൻഷനോടും വിട പറഞ്ഞ് ഞങ്ങൾ സ്വാമിദാസ് ചേട്ടൻ്റെ കൂടെ ജീപ്പിൽ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ലൈഫിൽ ഇതുവരെ ഉണ്ടാകാത്ത തരം ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയത്. എങ്ങോട്ട് നോക്കിയാലും ഭംഗിയുള്ള സ്ഥലങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ കുറേ സ്ഥലങ്ങളാണ് നമ്മുടെ റോഡോ വാലിയും മീശപ്പുലിമലയൊക്കെ. എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മളെ പെട്ടെന്ന് തന്നെ മറക്കാൻ പ്രേരിപ്പിക്കുന്ന തരം ഭംഗിയുള്ള സ്ഥലങ്ങൾ.